ഇന്ന് നമുക്ക് വറുത്തരച്ചൊരു മഷ്റൂം കറി ആയാലോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കതിലേക്ക് വറുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു പിടി തേങ്ങയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഒരു ചെറിയൊരു കഷ്ണം പട്ട ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഫെനൽ സീഡ് 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇവിടെ നമുക്ക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം അരച്ചെടുക്കാം. ഒരു കടായൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം കടുക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഒരു സവാള പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിടി ചെറിയ ഉള്ളി തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയത് ഞാൻ മുറിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു മണവും ഉണ്ടാവും കേട്ടോ. പിന്നെ ടേസ്റ്റും ഉണ്ടാവും. ചേർത്ത് കൊടുത്ത സവാളയും ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മഷ്റൂം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇതിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പും എരിവും ഒക്കെ മഷ്റൂമിലേക്ക് നല്ലപോലെ പിടിക്കാനായിട്ട് 1 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയ ശേഷം നമുക്കിതിന് അടപ്പ് കൊണ്ട് അടച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതാ ഇവിടെ നമ്മളുടെ മഷ്റൂമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കറി കഴിക്കാം കേട്ടോ. പക്ഷേ നമ്മളിത് ചാറായിട്ട് വെക്കുന്ന കാരണം നമ്മൾ അരച്ചു കൊടുത്തിട്ടുള്ള തേങ്ങ മിശ്രിതം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളത്തിൽ ഒരുപാടങ്ങ് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലൊരു ഗ്രേവി പോലെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം 1 കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് തിളപ്പിക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് തിള വരട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ മഷ്റൂം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത കാരണം ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കേണ്ട. 1 മിനിറ്റ് നമുക്ക് ഇതിനെ അടുപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ആ മഷ്റൂമിലൊക്കെ പിടിക്കും കേട്ടോ. വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള മഷ്റൂം വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ.